നമ്മളേ ഓർക്കിഡൊക്കെ കൃഷി ചെയ്യുമ്പോൾ ഞാനിപ്പോൾ ഓർക്കിഡിൻ്റെയൊക്കെ വീഡിയോ ഇടുമ്പോൾ എല്ലാവരും ചോദിക്കാറുണ്ട് ഓർക്കിഡിന് എന്തോ വളം ചെയ്യുന്നത്, നന്നായിട്ട് പൂക്കാൻ എന്തോ ചെയ്യുന്നതെന്നൊക്കെ. അതായത് വേണം നമ്മുടെ വാൻ്റെയൊക്കെ ആണെങ്കിൽ എപ്പോഴും ഫ്ലവറിങ് ആണ്. ഇപ്പോൾ ഒരു പൂ കഴിഞ്ഞിട്ട് അടുത്ത പൂ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ചെയ്യുന്ന വളങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാവേ. അപ്പം ഞാനിവിടെ നേരത്തെ ഇവിടെ നിന്നൊരു ഡെൻഡ്രോബിയാണ്. അപ്പം ആ ഡെൻഡ്രോബിയത്തിനകത്തുനിന്ന് പുതിയ റൂട്ട് വരുന്നത് നോക്കിക്കേ, കണ്ടോ? അപ്പം അതേപോലെ തന്നെ ഞാനിവിടെ പോട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഡെൻഡ്രോബിയമാണ്. അതുകൊണ്ട് അതിൻ്റെ റൂട്ടുകൾ പുറത്തോട്ടിങ്ങനെ ചാടി നല്ല ഫ്രഷായിട്ട് വരുന്നുണ്ട്. ഈ കുഞ്ഞു തൈകളൊക്കെ നമ്മൾ വാങ്ങിക്കുമ്പോൾ പെട്ടെന്ന് ഇതേപോലെ വേര് പിടിച്ച് ഇതേപോലെ പുറത്തോട്ട് വരുന്നത്. ഇപ്പം ഞാനിവിടെ ഉപയോഗിക്കുന്ന വളം എന്തുവാണെന്ന് കാണിച്ചു തരാതെ. അപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഗോമൂത്രമാണ് കേട്ടോ. അപ്പം ഗോമൂത്രം എന്താ ഇങ്ങനെ എടുത്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വീട്ടിൽ നിന്ന് നമ്മൾ എടുത്തുകൊണ്ട് വന്നതാണ് കുപ്പിക്കകത്ത്. അപ്പം നമ്മൾ നേരത്തെ പശു ഉണ്ടായിരുന്നു, ഇപ്പം പശു ഇല്ലാത്തത് കൊണ്ട് നമ്മളിങ്ങനെ ഗോമൂത്രം എവിടെന്നെങ്കിലുമൊക്കെ എടുത്തുകൊണ്ട് വരും. ഇതൊരു നാടൻ പശുവിൻ്റെ ഗോമൂത്രമാണിത്. നമ്മൾ പിന്നെ എല്ലായിടത്തുള്ള സ്പ്രെയർ, പിന്നെ കഞ്ഞിവെള്ളം. അപ്പം നമുക്ക് എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്ന് നോക്കാമേ. അപ്പം ഞാനത് ചെറിയ സ്പ്രെയർ ആയതുകൊണ്ട് തന്നെ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് ഇതിനകത്ത്. അപ്പം ഞാൻ ഇതിൻ്റെ ഒരു അളവ് പറയാം. ഇപ്പോൾ ഒരു ഗ്ലാസ് കഞ്ഞിവെള്ളത്തിന് ഒരു 10 ഗ്ലാസ് വെള്ളം എന്ന ഒരളവാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഇപ്പം ഞാനിത് കാണിക്കാൻ വേണ്ടിയിട്ട് ഇതിനകത്ത് കുറച്ച് ഒഴിക്കുന്നതേ ഉള്ളൂ. ആ അളവ് ഒരു ഗ്ലാസ്സിന് 10 ഗ്ലാസ് വെള്ളം എന്ന രീതിയിലാണ്. അപ്പോൾ ഈ ഒരു ഇങ്ങനെ നേർമയായിട്ടിരിക്കണം. ഇത് ഞാൻ അരിച്ചെടുത്തിരിക്കുന്ന കഞ്ഞിവെള്ളം കേട്ടോ. കഞ്ഞിവെള്ളം എപ്പോഴും എടുക്കുമ്പോൾ ജൈവവളങ്ങൾ ഏതായാലും എടുക്കുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും അത് അരിച്ചിട്ട് മാത്രം ഉപയോഗിക്കുക. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഒരടപ്പ് മാത്രമേ നമ്മൾ ഇതിനകത്ത് ഒഴിക്കുന്നുള്ളൂ കേട്ടോ. അപ്പം ഞാൻ കൃത്യമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഗ്ലാസ് കഞ്ഞിവെള്ളത്തിന് 10 ഗ്ലാസ് വെള്ളവും അതിനോടൊപ്പം ഒരു അര ഗ്ലാസ് ഗോമൂത്രവും ആ ഒരു രീതിയിൽ നേർപ്പിച്ചിട്ടായിരിക്കണം നമ്മൾ സ്പ്രെയറിൽ ഒഴിക്കേണ്ടത്. നമ്മളിവിടെ വലിയ സ്പ്രെയറിനകത്ത് ഞാനിത് ഇങ്ങനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ചെറിയ സ്പ്രെയർ എടുത്തിരിക്കുന്നത്. ഇങ്ങനെ നന്നായിട്ട് നമ്മൾ കുടച്ച ശേഷം നമ്മൾ ഏത് ചെടിയിലാണോ അടിക്കേണ്ടത് അതേപോലെ ഇലയിലും വേരിലും എല്ലാം വീഴത്തക്ക രീതിയിൽ നന്നായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കണം. പക്ഷേ പൂവിനകത്ത് വീഴാത്ത രീതിയിൽ സ്പ്രേ ചെയ്യാവുള്ളൂ. പൂ പെട്ടെന്ന് വാടിപ്പോവും ഇങ്ങനെ വളമൊക്കെ സ്പ്രേ ചെയ്യുമ്പോൾ. ഇതേപോലെ നന്നായിട്ട് നനയുന്ന രീതിയിൽ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കണം. അപ്പം നമ്മളിപ്പോൾ ഈ ചെയ്തതുകൊണ്ട് തന്നെ കഞ്ഞിവെള്ളത്തിനകത്ത് നമുക്ക് 19 അര സ്പൂൺ ചേർത്തിട്ട് ഇതേപോലെ 1 ലിറ്റർ വെള്ളത്തിൽ നിന്നത് സ്പ്രേ ചെയ്ത് കൊടുക്കാം. പക്ഷേ നമ്മളെപ്പോഴും വളങ്ങൾ ചെയ്യുമ്പോൾ ഞാനിവിടെ ചെയ്യുന്നത് ഇപ്പോൾ ഇന്ന് വളം ചെയ്യുകയാണെങ്കിൽ അപ്പോൾ 2 ദിവസം റെസ്റ്റ് കൊടുത്തിട്ട് 3-ാമത്തെ ദിവസം നമുക്ക് വീണ്ടും വളം സ്പ്രേ ചെയ്ത് കൊടുക്കാതെ. അപ്പോൾ അങ്ങനെ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കിന് പെട്ടെന്ന് തന്നെ നമുക്ക് അതിൻ്റെ ഒരു വളർച്ച നമുക്ക് കാണാൻ പറ്റും. വേരുകളൊക്കെ നല്ല രീതിയിൽ പോട്ട് ചെയ്ത് വെച്ച ഉടനെ തന്നെ വേരുകളൊക്കെ നല്ല രീതിയിൽ ഇങ്ങനെ കിളിച്ച് വരുന്നത് കാണാൻ പറ്റും. അപ്പോൾ ഇതാണ് നമ്മൾ ഇങ്ങനെയാണ് നമ്മളിവിടെ വളം സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത്. അപ്പം ഞാൻ 19 ഇതേപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട്. അതേപോലെ പിന്നെ സാഫ് 2 ആഴ്ച കൂടുമ്പോൾ നമ്മളിവിടെ സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട്. 19 ഇതേപോലെ 2 ദിവസം ഇടവിട്ടിട്ട് 19 ഇപ്പം കൊടുക്കുന്നതെങ്കിൽ അടുത്ത ദിവസം വേറെ എന്താണ് നമ്മുടെ കയ്യിൽ കൊടുക്കാൻ പറ്റുന്ന വളം, ഗോമൂത്രം വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ നേർപ്പിച്ച് കൊടുക്കുക. അങ്ങനെ നമുക്ക് ഏത് വളങ്ങളാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇങ്ങനെ ഒരു ഇടവേളകളിൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ വളർത്തി പൂക്കളുണ്ടാകാൻ പറ്റും കേട്ടോ. ഇപ്പം നമ്മൾ ഇതേപോലെ വളപ്രയോഗം കൊടുക്കുമ്പോൾ ഇതേപോലെ കണ്ടോ ഡെൻഡ്രോബിയത്തിൻ്റെ പൂക്കൾ പോയത് അടുത്ത മുട്ട് വരുന്നുണ്ടോ. അപ്പോൾ ഇതേപോലെ വേറൊരു ചെടിയാണ് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് പൂക്കൾ കൊഴിയാറായ ചെടിയാണ്. അപ്പോൾ അതിനകത്തൊന്ന് ബഡ് വരുന്നുണ്ട്. ഈ ഇലകളുടെ ഇടയിൽ നിന്നൊക്കെ മുട്ടുകൾ വരാൻ തുടങ്ങിയിട്ടുണ്ട്. കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാലും പൂ വിരിഞ്ഞ് പൂക്കളൊക്കെ കൊഴിഞ്ഞാൽ നമ്മൾ ഉടനെ ഇവിടെ വെച്ച് കട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോഴേ പുതിയ സ്പൈക്കുകൾ പെട്ടെന്ന് വരത്തുള്ളൂ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ഡെൻഡ്രോബിയം ചെയ്യുമ്പോൾ ഞാനിവിടെ ശ്രദ്ധിക്കുന്ന കാര്യങ്ങൾ.